അന്തരിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് 2023 തൊട്ട് ദുബായിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ദുബായ് പോലീസ് വലിയ രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ദുബായ് പോലീസാണ് ഇന്ത്യൻ സർക്കാരിനടുത്ത് ഈ റോയിയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന്, അതായത് ഇന്ത്യയും UAE തമ്മിലൊരു കരാറുണ്ട്. അതായത് സാമ്പത്തിക കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പൗരൻ UAE ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു UAE പൗരൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴോ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം അതത് രാജ്യങ്ങളിലെ പൗരന്മാരുടെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെ ദുബായ് പോലീസ് ഇന്ത്യൻ സർക്കാരിനടുത്ത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് കുറേ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിങ്ങനെ IT റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ CJ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും ഈ IT ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തിയത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ദുബായ് പോലീസ് CJ റോയിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഗതി ഇദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്ന് ഇദ്ദേഹം വിചാരിച്ചു കാണും. അതായിരിക്കാം ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അപ്പോൾ എന്ത് തന്നെയാലും സംഭവിച്ചു. അപ്പോൾ ഇതിനിടയിൽ 2003 ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ രീതിയിലുള്ള പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് റോയ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ റോയ് അതിന് സ്വീകരിച്ചൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ബാംഗ്ലൂരിൽ പയറ്റിയ അതേ തന്ത്രം. ബാംഗ്ലൂർ എന്താ ചെയ്തത്? അതായത് 2005-ലും 2006-ലും ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ഈ CJ റോയ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഓണറായ ലതാ നമ്പൂതിരിയെയും കൃഷ്ണൻ നമ്പൂതിരിയെയും KK നമ്പൂതിരിയെയും പറ്റിച്ചിട്ടാണ് ആ കമ്പനി അടച്ചുപൂട്ടിയിട്ടാണ് ഈ CJ റോയ് തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. നമുക്കറിയാം, സർജാപൂരിൽ 300 ഏക്കർ സ്ഥലം, അതായത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പേരിൽ വാങ്ങേണ്ട സ്ഥലം CJ റോയുടെ പേരിലാണ് വാങ്ങിയത്. അതായത് ആ ലതാ നമ്പൂരിയും KK നമ്പൂരിയും CJ റോയെ കണ്ണുടച്ച് വിശ്വസിച്ചു. അപ്പോൾ ആ സർജാപൂരിൽ ആ ഒരു 300 ഏക്കർ കിട്ടുകയും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഏകദേശം 10-35ഓളം എംപ്ലോയീസിനെയും കൊണ്ടാണ് ഈ CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം വച്ചടി കയറ്റമായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ശരിക്കും മനസ്സിലായി, അതായത് ഈ ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് വലിയ രീതിയിൽ ബിസിനസ് ക്ലച്ച് പിടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മലയാളികളുടെ ഒരു വിശ്വാസ്യത പിടിച്ചുപറ്റണം. അപ്പോൾ ആ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ ഇയാൾ എന്താ വഴി തിരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പൊക്കിയടിക്കുക, പല പോപ്പുലർ പ്രോഗ്രാമിൻ്റെ സ്പോൺസറാവുക. നമുക്കറിയാം, ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടികളിലൊക്കെ സ്പോൺസറായിരുന്നു ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതായത് ജയിച്ച ആൾക്ക് ഫ്ലാറ്റ് സമ്മാനം കൊടുക്കുക, അങ്ങനെ വലിയ രീതിയിലുള്ള ചാരിറ്റി നടത്തുക. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു PR വർക്കിൻ്റെ ഇതിൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വലിയ രീതിയിൽ വളർന്നു. അതായത് ആ സമയത്ത് അവിടെയുള്ള മലയാളികളുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാശ് ഇറക്കിയിട്ട് തന്നെ ഒരുപാട് PR വർക്ക് നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ആ ഒരു പൊസിഷനിലെത്തിയത്. സമാനമായ സംഭവം അവിടെയും പയറ്റി നോക്കി. ദുബായിൽ ഒരുപാട് മലയാളികൾ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ സമൂഹത്തിൻ്റെ വിശ്വാസ്യത പിടിച്ചു പറ്റാൻ വേണ്ടി പല രീതിയിൽ PR വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ബാംഗ്ലൂർ മാതിരിയല്ല. ദുബായിലെന്ന് വെച്ചാൽ വലിയ ഇൻ്റർനാഷണൽ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരായിരിക്കും, വലിയ ടീമുകളായിരിക്കും. അതായത് കളികൾ പലതും കളിച്ച് കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയും ഇത്തരത്തിൽ കളിച്ച് കൊണ്ടും കൊടുത്തും വളർന്ന ടീമുകളാണ് അവിടെ കളിക്കുന്നത്. വലിയ ബഡ ടീമുകളാണ്. അപ്പോൾ അവരോട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കോടികളാണ് ഒഴുക്കിയത് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അവിടെ. അപ്പോൾ ഇതിന് ഇയാൾ സ്വീകരിച്ച മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലർ സെലിബ്രിറ്റീസ്, സിനിമാ താരങ്ങളൊക്കെ, നടന്മാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുക, വലിയ പാർട്ടികൾ നടത്തുക. അപ്പോൾ അതിന് മുൻപന്തിയിലുണ്ടാവുക, വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുക. ഇങ്ങനെയൊക്കെ അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടി ഇയാൾ പലതും കളിച്ചിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും ഇവിടുന്ന് സിനിമാ നടന്മാരെ അവിടെ കൊണ്ടുപോയിട്ട് വലിയ രീതിയിൽ പാർട്ടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയിൽ CJ റോയ് ഒരു കാര്യം ചെയ്തിരുന്നു. അതായത് ഈ നടന്മാരൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള ഹവാല ഇടപാടുകൾ നടത്തി എന്നുള്ളൊരു വിവരം ദുബായ് പോലീസിനെ അറിയിച്ചത് ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തന്നെ അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന വലിയൊരു ഇത് തന്നെയാണ്. അതായത് വലിയ ഡേർട്ടി ബിസിനസ്സാണ്. അതായത് വലിയ രീതിയിലുള്ള കള്ളപ്പണമൊക്കെ ഒഴുക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതായത് വലിയ സിനിമയിലൊക്കെ കാണുന്ന സ്റ്റൈൽ സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇയാൾ പൊടുന്നതിനെ പെട്ടെന്ന് ദുബായിൽ വരുന്നു, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ അവിടെയുള്ള എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിനൊക്കെ വലിയ രീതിയിൽ സംശയം ഉടലെടുക്കുന്നു. അവർ അധികൃതരെ അറിയിക്കുന്നു. അപ്പോൾ അന്ന് തൊട്ട് തന്നെ 2023 തൊട്ട് തന്നെ ഇവരൊക്കെ അവിടുത്തെ അന്വേഷണ ഏജൻസികളും ഇൻവെസ്റ്റിഗേഷൻ ടീമുകളൊക്കെ ഈ റോയുടെ പുറകെയാണ്. എന്താണ് ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നൊക്കെയല്ലേ. അപ്പോൾ ഇവരാണ് വ്യക്തമായി വിവരം കൊടുക്കുന്നത്. അതായത് ഈ സിനിമാ നടിമാരെയൊക്കെ ഉപയോഗിച്ചിട്ട് ഹവാല ഇടപാടുകൾ നടത്തിയിട്ടാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പാളി. അന്നോട്ട് ദുബായ് പോലീസും അധികൃതരൊക്കെ വലിയ രീതിയിലുള്ള അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചോദിക്കണം എവിടെ നിന്നാണ് ഈ സോഴ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത ലാഭമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന തരത്തിൽ. പക്ഷേ
അത് പോരാ, ആ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ലാഭം മാത്രം പോരാ. ശരിക്കും ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ വാർഷിക ഇതെന്ന് വെച്ചാൽ ഏകദേശം 100-150-200 കോടിയൊക്കെയാണ് അതിന് ലാഭം മാത്രം വരുന്നത്. അപ്പോൾ ഈ പൈസ കൊണ്ട് അവിടെ ഇത്രയും പൈസ ഉപയോഗിച്ചിട്ട് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ പറ്റില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗ്രാൻഡ് ഒരു ബിസിനസ് തന്നെയാണ് ദുബായിൽ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിൽ സംശയം തോന്നിയിട്ടാണ് കോമ്പറ്റേറ്റേഴ്സ് അധികൃതർ അറിയിക്കുന്നതും അതുവഴിയാണ് പോലീസ് അറിയുന്നത് വലിയ രീതിയിലുള്ള ഹവാല ഇടപാടുകൾ ഈ നടന്മാരും ഉപയോഗിച്ചിട്ട് നടത്തിയെന്ന്. അപ്പോൾ അതിൽ മലയാളത്തിലെ മുൻനിര നായകന്മാരും മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ വരെ പെട്ടിട്ടുണ്ടാകാം. അത് നമുക്കറിയാം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ സീജറുടെ അടുത്ത ഫ്രണ്ട് ആരാണെന്ന് അറിയാം, പിന്നെ ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് അറിയാം. അപ്പോൾ ഇവരൊക്കെ നിരന്തരം ദുബായിൽ വെച്ചിട്ട് ഇങ്ങനെ പാർട്ടി നടത്തുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പൊടുന്നനെ, അതായത് ഈ ദുബായ് പോലീസ് തന്നെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള സോഴ്സ്, അതായത് ദുബായ് പോലീസ് ഓൾറെഡി ഇന്ത്യൻ സർക്കാരിൻ്റെ കയ്യിൽ കുറേ ഡാറ്റ കൈമാറി. അതായത് CJ റോയ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ദുബായ് സർക്കാർ ഈ UAE സർക്കാരിന് മുന്നിൽ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതേപടി ഇന്ത്യൻ സർക്കാരിന് കൈമാറി. ഇതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഇത് പക്കയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരാണ് കഴിഞ്ഞ 3 മാസമായിട്ട് ഇങ്ങനെ നിരന്തരം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഡോക്യുമെൻ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് എന്താ പറയുക, ഈ സ്ലോവാക്യയുടെ ഓണററി കോൺസിലാണെന്നില്ലേ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. സ്ലോവാക്യയെ സംബന്ധിച്ചിടത്തോളം സ്ലോവാക്യ ഒരു ഡ്രഗ്സിൻ്റെയൊക്കെ വലിയൊരു ഹോട്ട്സ്പോട്ടാണ്. ലോകത്തെ പല രാജ്യങ്ങളും ഉൽപ്പാദിപ്പിച്ച് പല രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്യുന്ന ഒരു ട്രാൻസിറ്റ് പോയിൻ്റാണ് ഈ സ്ലോവാക്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ, ഒരു നൊട്ടോറിയസ് രാജ്യത്തിൻ്റെ ഒരു ഓണററി കോൺസിൽ എന്ന് പറയുന്ന ആൾക്ക് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഏത് രാജ്യത്ത് പോകുമ്പോഴും അവിടെ ചെക്കിംഗ് ഇല്ലാതെ, എയർപോർട്ടിൽ ചെക്കിംഗ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതിനിടയിൽ ഇദ്ദേഹം ദുബായിൽ അങ്ങനത്തെ വല്ല ഡീലുകൾ നടത്തിയോ എന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കണം. അതിൽ ഈ സിനിമാ നടന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പോൾ അതൊക്കെ അന്വേഷണം പരിധിയിൽപ്പെട്ട് കഴിഞ്ഞാൽ കേസിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ അതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ചിലപ്പം അവരെയും പൊക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പൊക്കില്ല. ഇൻ കേസ് നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ എന്താ പ്രോഗ്രാമിന് വരുമ്പോഴോ പൊക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഇന്ത്യ UAE കരാറിൻ്റെ ഭാഗത്ത് തന്നെ, അതായത് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ സർക്കാർ അവിടുത്തെ ജനങ്ങളെ ആരെങ്കിലും പറ്റിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവരെ മൊത്തം പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാനുള്ള, അത് ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി റിക്കവർ ചെയ്യാനുള്ള ഒരു ക്ലോസും ഈ ഇന്ത്യ UAE ഉള്ള ഒരു കോൺട്രാക്റ്റിനകത്തുണ്ട്. അതേമാതിരി തന്നെ ഏതെങ്കിലും UAE പൗരൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇന്ത്യൻ പൗരന്മാരെ പറ്റിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് റിക്കവർ ചെയ്തിട്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു റൂളും അതിനകത്തുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നടന്മാരൊക്കെ എന്തെങ്കിലും അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരെയൊക്കെ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തെങ്കിലും റിക്കവറി നടത്തണമെങ്കിൽ ഇവന്മാരെ അടക്കം റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. എന്ത് തന്നെയായാലും ഇയാളുടെ ഡയറി, അതായത് ആത്മഹത്യാക്കുറിപ്പല്ല, ഇയാളുടെ ഡയറിയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതായത് വിദേശ നിക്ഷേപത്തിൽ എനിക്ക് കൈ പൊള്ളി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ഇതിലേക്ക് നയിച്ചത്. അത് തന്നെയാണ് അയാളെ ശരിക്കും ഭയങ്കര പാനിക്കാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റിന് അധികം വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പൊള്ളി തന്നെയാണ് അതിലെഴുതിയിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ നിയമങ്ങളും ഇന്ത്യൻ സർക്കാർ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടി ഇരു രാജ്യങ്ങളും ഉണ്ടാക്കിയ നിയമമൊക്കെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് ഈ ദുബായ് പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നില്ല തരത്തിൽ, അതായത് ദുബായിലെ എല്ലാ കാശും പോവും. അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഇൻ കേസ് ഈ റോയ് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ആരെങ്കിലും ഒരാൾ പറ്റിക്കപ്പെട്ടാൽ മതി, മൊത്തം ഈ CJ റോയുടെ ഇന്ത്യയിലെ മൊത്തം ആസ്തികൾ റിക്കവർ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള, അതായത് അറസ്റ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ഇന്ത്യ UAE സർക്കാർ തമ്മിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. മുമ്പ് അറ്റ്ലസ് രാമചന്ദ്രൻ എന്താണ് സംഭവിച്ചത്, അതായത് ഇൻവെസ്റ്റേഴ്സ് ചതിച്ചു, കൂടെയുള്ളവർ ചതിച്ചു, ദുബായ് ജയിലിൽ വർഷങ്ങളോളം നമ്മൾ കിടന്ന് അവസാനം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ആ ഒരു ഗതി ഈ ഇദ്ദേഹത്തിന് വരണ്ട എന്ന് സ്വയം തീരുമാനിക്കുകയായിരുന്നു. അതായിരുന്നു തോക്കെടുത്ത് സ്വയം നിറയൊഴിച്ച് ജീവിതം അവസാനിപ്പിച്ച് എന്നുള്ള ഒരു ഇതിലാണ് എല്ലാം ഇപ്പം കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ CJ റോയുടെ മരണത്തോടു കൂടി ഇന്ത്യൻ അന്വേഷണ ഏജൻസികളോ ദുബായിൽ നിന്നുള്ള ആ ഒരു ഇൻപുട്സുകളൊക്കെ വെച്ചിട്ട് വീണ്ടും അന്വേഷിക്കും. അവർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. ഇതിനകത്ത് എന്തെങ്കിലും വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ, അതായത് സ്ലോവാക്യയുമായി ബന്ധപ്പെട്ട് വലിയ ഡീലുകൾ നടന്നിട്ടുണ്ടോ, ഇവിടുത്തെ തീവ്രവാദ സംഘടനകളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും ഇതിൻ്റെ പുറകെ തന്നെയാണ്. അതായത് ഈ ലോക്കറൊക്കെ തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്നില്ലേ. അതായത് ആ ലോക്കർ തുറക്കുന്നതിന് മുന്നേ ആണല്ലോ അദ്ദേഹം വെടിവെച്ച് മരിച്ചത്. അപ്പോൾ എന്തിനാലും അതൊക്കെ തുറക്കട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എന്തിനാലും ഈ ദുബായിൽ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സിനിമാ നടന്മാരെ, നടന്മാരെ എന്താ പറയുക, ഉടൻ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.